കുഞ്ഞച്ചൻ ചേട്ടൻ ആ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വെക്കണാവേ. മോളിക്കുട്ടിയെ, അമ്മച്ചിയൊക്കെ അങ്ങോട്ട് വന്നല്ലോ. ഞാനതിന് അമ്മച്ചിയെ കാണാൻ വന്നതല്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ സത്യത്തില് പെരുന്നാളിന്റെ അന്ന് തുടങ്ങി, അല്ല ആദ്യം ഞാൻ വേദപാഠ ക്ലാസിന്റെ അവിടെ വെച്ച് കണ്ട അന്ന് തുടങ്ങി മോളിക്കുട്ടിയെ ശ്രദ്ധിക്കുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പെണ്ണ്, പക്ഷെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കണ്ടുവെന്ന് തോന്നിയത് അന്നാ. നിനക്ക് വേണ്ടിയാ ഞാൻ ആ പള്ളിയിൽ അടിപിടി ഉണ്ടാക്കിയത്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഇപ്പൊ ഇവിടെ താമസിക്കുന്നേ. അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്റെ അപ്പച്ചനോടോ. മോളിക്കുട്ടിയെ ഇത്തിരി തീ വേണം വീടിക്ക്. മോളിക്കുട്ടി ഇത്തിരി തീ എടുത്തു കൊടുക്കടി. ഞാൻ ആ വെട്ടുകത്തി എവിടെ വെച്ചു? എന്നതടി വെച്ചത്? ഈ പ്രിൻസിപ്പൽ കുഞ്ഞച്ചൻ സാറിന്റെ വീടല്ലേ ഇത്? നീ ഏതാ? ഞാൻ പിന്നെ ഇത് എന്താ അവിടെ ഒരു ശബ്ദം? അതെ, ഇച്ചിരി തേന മലന്തേൻ. ഈ ജയിലിൽ സിമന്റ് തറയല്ലായിരുന്നു. ഒരു 3-4 കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞപ്പം വാദത്തിന്റെ ഒരു ഇളക്കം. അപ്പൊ എന്റെ കൂടെ ജയിലൊരു വൈദ്യനുണ്ടായിരുന്നു. പുള്ളിയും ജീവപര്യന്തവാ. ഇറങ്ങിക്കഴിഞ്ഞാ ഉടനെ തേനും ചെറുനാരങ്ങയും ചേർത്ത് കഴിച്ച വാദത്തിന് ഫസ്റ്റ് ആണെന്നാ പറഞ്ഞത്. വാദത്തിന് ഇതൊക്കെ മതിയില്ലേ? ആർക്കറിയാം ഇതൊക്കെ? എടാ കുരുത്തം കെട്ടവനെ വിളിച്ചു കൂവിയാണോടാ കൊണ്ടുവരുന്നത്? ഇത്രയും വലിയ കൊടിമൂത്ത ചട്ടം പേടിച്ചിട്ട് കള്ളു കുടിക്കണമെങ്കിൽ അത് പാത്തം വന്നിങ്ങാന്ന് ഞാൻ അറിഞ്ഞ. കൊണ്ടുവരങ്ങാൻ ഓ അമ്മച്ചി എന്തായാലും അമ്മേ ഈ പെണ്ണ് പറയുന്ന കേട്ടോ. കുഞ്ഞച്ചാ, അതെ, വാദത്തിന് വൻതേനും കുറുന്തോട്ടിയും പിന്നെ ഇളങ്കള്ളും കൂടെ ചേർത്തിട്ടൊരു ഒരു അല്ല, ഈ ഇളങ്കള്ളിനകത്ത് കുറുന്തോട്ടിയും കൊട്ടൻ ചുക്കാതിയും കൂടെ ചേർത്തിട്ട് വേറൊരു തരം മതിയടാ. കുഞ്ഞച്ചോ, കുഞ്ഞച്ചനെ എവിടെ കയറ്റി താമസിപ്പിച്ചു എന്നുള്ളതും ഞങ്ങളൊക്കെ നന്നായി പെരുമാറുന്നു എന്നുള്ളതും നേര് തന്നെയാ. കെട്ടുപ്രായമായ പെൺകൊച്ചുങ്ങളുള്ള വീടാ. നേരം വിളക്കുകയും അത് ഞായറാഴ്ച ദിവസം ഇവിടെ ഇരുന്നിങ്ങനെ കള്ളുപിടിക്കാനൊക്കെ അല്ല ഉള്ളത് പറയാമല്ലോ. അല്ല ചേട്ടത്തി, അല്ലല്ല, ഞാൻ പറഞ്ഞേക്കാം, ഇതിവിടെ പറ്റിയല്ല. ഇരിക്കി. അല്ല നീ ഇത് എന്ത് ഭാവിച്ചാ? ചേട്ടാ ഉള്ള കാര്യം പറയാമല്ലോ. ഇത് വാദവുമല്ല വൻതേനുമല്ല കൊട്ടൻ ചുക്കാതിയുമല്ല, കള്ള ശീലിച്ചു പോയി. ഞായറാഴ്ച ആവുമ്പോ കുടിച്ചു കുടിച്ച് ബോധം കെട്ട് കിടന്ന് ഉറങ്ങും. നിനക്കപ്പം പള്ളിപ്പോക്കും കുർബാനയൊന്നും ഇല്ലടാ. അതിന്റെയൊക്കെ പ്രായത്തിൽ ഉപദേശിച്ചു തരാൻ വല്ലവരും വേണ്ടേ? എനിക്കൊന്നും നന്നാകണമെന്നുണ്ട്. ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് പറയുക. ചട്ടമ്പിത്തരവും നിർത്തി എല്ലാം നിർത്തി ഈ ഗ്രാമത്തിലേക്ക് പോകുന്നതും അതിന് തന്നെയാ. പക്ഷേ ഒന്ന് നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ഇതൊക്കെ അങ്ങ് നിന്നുപോകും ചേട്ടാ. നിനക്ക് നന്നാവണമെന്നും കുണം പിടിക്കണമെന്നും ശരിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി സംസാരിപ്പിക്കാം. തന്നെയുമല്ല, ഇടയ്ക്കിടയ്ക്ക് ധ്യാനം വരും, അതിലും സംബന്ധിക്കണം. സംബന്ധിക്കാവോ? ദേ, എന്നോട് ഈ മണഗുണ വർത്താനം പറയരുത്. ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം. ദൈവത്തിന് മുമ്പിൽ തട്ടിപ്പ് കാണിക്കരുത്. ഇല്ല, ഞാൻ കുമ്പസാരിക്കാം, കുർബാന കൈക്കൊള്ളാൻ, ചേട്ടന്റെ ഉപദേശം അനുസരിച്ച് നടന്നോളാം. ദേ, ഇപ്പൊ ഈ തെറ്റിന് മാപ്പ്. നിന്റെ പാപങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രതിപുരുഷനായ പുരോഹിതനോട് പറയൂ കുഞ്ഞച്ച. യഥാർത്ഥമായ പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടി നീ പശ്ചാത്തപിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കും. 10 കൽപ്പനകളിൽ എന്തെങ്കിലും നീ ലംഘിച്ചിട്ടുണ്ടോ? 10 കൽപ്പനകളെന്ന് പറയുമ്പോ നീ മോഷ്ടിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും നീ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടോ? മാതാപിതാക്കളില്ല,
അനാഥ മന്ദിരത്തിലാ വളർന്നത്. പിന്നെ എടുത്തു വളർത്തിയത് അത്. അപ്പോ അദ്ദേഹമാണല്ലോ നിന്റെ പിതാവെന്ന് പറയുന്നേ. ആ പിതാവിനെ നീ നിന്ദിച്ചിട്ടുണ്ടോ? നിന്ദിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ വാക്കുകൊണ്ടോ മറ്റോ? വാക്കുകൊണ്ടൊന്നും നിന്ദിച്ചിട്ടില്ല. പിന്നെ അങ്ങേര് കുരിശും തൂക്കിയിട്ടുള്ള പ്രാർത്ഥന വന്നപ്പോ ഒരു കല്ലെടുത്തെറിഞ്ഞത് തല പൊട്ടി ചോര വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ദുർഗണ പരിഹാര പാഠശാല ചെന്ന് പെടുന്നത്. പിന്നെന്തൊക്കെ പാപങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത്? എല്ലാം പൊറുക്കുന്നവനും മറക്കുന്നവനുമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കുഞ്ഞാടായ ഈ മഹാപാപിയോടും അങ്ങ് ക്ഷമിച്ചു കൊടുക്കണമേ. കുഞ്ഞേട്ടാ, ചേട്ടന് എന്നെ മനസ്സിലായോ? എന്നെ തല്ലിയവരെയും ഞാൻ തല്ലിയവരെയും ഞാൻ മറക്കത്തില്ല. എന്താ പ്രശ്നം? അഡ്മിഷന്റെ ആവശ്യത്തിനാണെങ്കിൽ സീറ്റുകളെല്ലാം ക്ലോസാ. ഞാൻ മാനസികമായി അങ്ങേറ്റം തകർന്നിരിക്കുകയാണ്. ആണല്ലോ. ഉത്സവപ്പറമ്പിൽ വെച്ച് പെണ്ണെ കയറി പിടിക്കുക, നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തല്ലുക. മനസ്സിന് മാത്രമല്ല ശരീരത്തിനും അസുഖം ഉണ്ടാവുന്ന ഇടപാടാ. സത്യത്തിൽ ഞാനെന്ന് കാഞ്ഞിരപ്പള്ളി പാപ്പന്റെ ആൾക്കാർ മോളിക്കുട്ടിയെ വളയുന്നത് കണ്ടു. ചേട്ടനും മോളിക്കുട്ടിയെ നോട്ടമിടുന്നത് കണ്ടു. പെരുന്നാൾ ആളിന്റെ ഇടയ്ക്ക് അവൾക്കൊരു ഉപദ്രവം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ പിന്തുടർന്നതാ. പിന്നെ ജിമ്മി ആൾക്കാർ അവളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ സത്യം പറയാം, എന്റെ അമ്മ സാക്ഷിയായി പറയാം, ഞാൻ രക്ഷിക്കാൻ ഓടി വന്നതാ. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി തെറ്റിദ്ധരിച്ച് എന്നെ. അയ്യോടാ, അമ്മയല്ല താൻ അമ്മുമ്മയെ കൊണ്ട് ആണായിട്ട് പറഞ്ഞാലും ശരി ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടതാടോ. ഉത്സവപ്പറമ്പിലും ആറാട്ടിനും പെരുന്നാളിനും ദീപാരാധന തൊഴുന്നിടത്തും പെമ്പിള്ളേരെ തൊട്ടും തലോടിയും തോണ്ടിയും തല്ലിയും തല്ലുകൊണ്ടുമൊക്കെ എനിക്ക് നല്ല ശീലമാ. അങ്ങനെയുള്ള അവസരങ്ങളിൽ പിടിക്കപ്പെടുമ്പോ ഞാനും ഇങ്ങനെ ചില്ലറ കള്ളങ്ങളൊക്കെ പറയാറുണ്ട്. ചേട്ടാ, മിണ്ടിപ്പോരുത്. ആ പെണ്ണെ താനങ്ങ് മറന്നുകളാ. അവക്കിപ്പോ വേറെ ചില കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്. തന്നെയല്ല, അവക്കിപ്പോ തന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. മോളിക്കുട്ടിയെ നേരിട്ടൊന്ന് കണ്ട് ആ ഏരിയയിൽ എങ്ങനെ കണ്ടാ നിന്റെ കൈയും കാര്യം ഞാൻ തല്ലി ഓടിച്ചു കളയും. ചേട്ടാ, ഒരു പെണ്ണിന് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ തനിക്കും തലത്തൊരു സൂക്കേട്. അവക്ക് തന്നെ ഇഷ്ടമല്ല പോരെ. എടോ, തന്റെ അപ്പന് നല്ല കാശും സൗകര്യവും ഒക്കെ ഉള്ള ആളല്ലേ. വേറെ ഏതെങ്കിലും പെണ്ണെ തപ്പി പിടിക്ക്. ഇത് വിട്. അമയമനക്കെടുത്താൻ നടക്കുന്നു. ചേടാ, എന്തൊരു ഏടാകൂടമാണെന്ന് നോക്കി. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ കൊള്ളാവുന്നതും സൽസ്വഭാവികമായ ഒരു പെണ്ണ് മനസ്സിലോട്ട് കയറി വന്നതാ. അവളെ എങ്ങനെയാ ഒന്ന് വളച്ചെടുത്തൊരു ജീവിതം ഉണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോഴാ അവന്റെ അമ്മയുടെ ഒരു ആണയിടല്. മിഖായിലിട്ടൊരു കത്തുണ്ട്. ആരുടെയാടി? ഉപ്പുകണ്ടത്തിലെ അമ്മച്ചന്മാരുടെയാ. ആ, മോളിക്കുട്ടിക്ക് ഒരു ചെറുക്കനെ ആലോചിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊട്ടിച്ചേ, വേഗം പൊട്ടിച്ചങ്ങോട്ട് വായിക്കടി. അമ്മച്ചി, ദേ ചെറുക്കനും കൂട്ടരും ബുധനാഴ്ച വരുന്നു. ബുധനാഴ്ച എന്ന് പറയുമ്പോ ഇന്ന് ചൊവ്വ. എന്റെ പാറമാധവേ, നാളെയോ? പന്നിയായി, പോത്തായി, കോഴിയായി. ആ പൊട്ടൻരാമനോട് ഇച്ചിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് കിഴക്കുള്ളവരല്ലേ, മീനൊക്കെ അവർക്ക് വലിയ ഇഷ്ടാവും. എടുക്കു കുഞ്ഞുത്ത. സൂസി, ഈ കത്തൊന്ന് വായിച്ചേ. ഓ, ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം അപ്പച്ചാ വായിക്കുന്നത്? അതേടി, കുഞ്ഞച്ചനൊന്ന് കേക്കട്ടെ. കുഞ്ഞച്ചൻ അവൻ നമ്മുടെ ആളല്ലേ. ചെറുക്കന് മുഴുവനും വേണ്ടല്ലോ, ചെറുക്കനെ കുറിച്ച് മാത്രം കേട്ടാ പോരെ? മതി മതി മതി, പോരെ. തൈപ്പറമ്പി എന്നാണ് വീട്ടുപേര്. ചെറുക്കന്റെ വീട്ടുകാർ നമ്മളെ പോലെയല്ല, കഴിഞ്ഞുകൂടാൻ വലിയ സൗകര്യക്കാരാണ്. 8 ഏക്കർ റബ്ബറും 10-14 ഏക്കർ ഏലവും ഉണ്ട്. 4 ചേട്ടാനുജന്മാർ, 3 പേര് കമ്പത്താണ്. നിക്ക് കമ്പം തേനി, അവരവിടെ വലിയ നിലയിലാ. ഇളയവനായ, അതായത് നമ്മുടെ മോളിക്കുട്ടിയെ കെട്ടാൻ പോണ കുട്ടിയപ്പൻ, അവൻ മാത്രമേ വീട്ടിലുള്ളൂ. ഇളയ ഒരു പെങ്ങളെ കെട്ടിക്കാനുണ്ട്. കുട്ടിയപ്പനാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായി. അത്രയും വലിയ പഠിത്തക്കാരനാണെങ്കിലും പഠിത്തക്കാരന്റെ ഗമയോ അഹങ്കാരമോ ഒന്നുമില്ല. നല്ല പണിക്കാരനാണ്, കഠിനാധ്വാനിയാണ്.
പിന്നെ ഒരു ദോഷമേ ഉള്ളൂ. അത് ഇക്കാലത്തൊരു ദോഷമല്ല. ചെറുക്കൻ അല്പം പരിഷ്കാരിയാണ്. ആ നിർത്ത്. ഒരു ഇച്ചിരി പരിഷ്കാരമൊക്കെ ഇക്കാലത്ത് ഉണ്ടെന്ന് വിചാരിച്ച് അതൊരു ദോഷമാണെന്ന് പറയാൻ ഒക്കുമോ കുഞ്ഞച്ച? അതില്ല. നീ വായിക്ക്. പാന്റ് ഷർട്ടുമേ ചെറുക്കൻ ധരിക്കൂ. സിഗരറ്റ് വലിക്കും. കള്ളുകുടി, പൊടിവലി, കണ്ടമാനമുള്ള നടപ്പ്, അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ പരിഷ്കാരിയായ ഒരു ചെറുക്കനെ ആയിരിക്കുമല്ലോ മോളിക്കുട്ടിക്കും ഇഷ്ടപ്പെടുക. ഏതായാലും പയ്യനെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ശേഷം കാഴ്ചയിൽ എന്ന് കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം കോര. നല്ല പയ്യനാണെങ്കിൽ നടക്കട്ടെന്നേ. ആ മോളിക്കുട്ടിയുടെ ഇഷ്ടമാണല്ലോ പ്രധാനം. പിന്നെ മോളിക്കുട്ടി ഇഷ്ടപ്പെടും പരിഷ്കാരിയാവുമ്പോ. ഇതെന്തത്? ഇത് കോഴിയാ, പന്നി വറക്കുന്നുണ്ട്. മോളിക്കുട്ടിയെ കാപ്പിക്ക് ഇച്ചിരി വെള്ളം കൂടെ വെച്ചേടി. ദേ അവര് വന്നു കേട്ടോ. അങ്ങോട്ട് ചെന്നേ. ഇത് കിട്ടും. നമസ്കാരം. നമസ്കാരം. ചെറുക്കൻ ഞങ്ങളാരെയും കണ്ടാൽ ചെറുക്കനായിട്ട് തോന്നത്തില്ലയോ? ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു. നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ. ഞാനാ ചെറുക്കന്റെ അപ്പൻ അന്ത്രോസ്. ഞാൻ പെണ്ണിന്റെ അപ്പൻ മിഖായേ. കുട്ടിയപ്പാ. ഫാദർ ഇൻ ലോ ആണല്ലേ? കുട്ടിയപ്പനാണില്ലേ? ഇത് പെണ്ണിന്റെ അമ്മ ഏലിയാമ്മ. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഓരോ അളിയന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി. മോനെ ഓ ഒരു പരിഷ്കാരി. Don't touch. കണ്ടോടി കണ്ടോടി, പാന്റും കാൽസറായും ബെൽറ്റും. എന്നാ ഒരു പരിഷ്കാരി, എന്നാ മണം അവന്റെ അടുത്ത്. ഏതൊക്കെ സെന്റ് അവൻ അടിച്ചിരിക്കുന്നു. സെന്റ് അടിച്ചിരിക്കുന്നൊക്കെ ശരിയാ, എന്നാൽ ഇതൊന്നും അല്ല മച്ചി ഇപ്പോഴത്തെ പരിഷ്കാരം. പിന്നെ എന്നതാടി പരിഷ്കാരം? പാന്റിന് പാന്റില്ലേ, ബെൽറ്റിന് ബെൽറ്റില്ലേ, സെന്റിന് സെന്റില്ലേ, പിന്നെ എന്നാ വേണോന്ന്. എന്റെ അമ്മച്ചി, ഇതൊരു 25 വർഷം മുമ്പുള്ള പരിഷ്കാരാ. മിണ്ടി പോരുത്. നിനക്കല്ല, അവക്ക് ഇഷ്ടമായി. അവിടെ മോഹം കണ്ട എനിക്കറിയാവല്ലോ. നീ അങ്ങോട്ട് ചെല്ലടി. എന്റെ അമ്മച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഈ കാട്ടുമാക്കാനെ നമുക്ക് വേണ്ട. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു ഒറ്റ ചേമ്പങ്ങ് വെച്ചിട്ട് ഞാൻ കേട്ടോ. പെണ്ണിന്റെ ഇത്തിരി കൂടുന്നുണ്ട് നേളിപ്പ്. 75,000 രൂപ സ്ത്രീധനം വാങ്ങിച്ചോണ്ട് നല്ല മണിമണി പോലത്തെ പെൺകുട്ടിയെ കേൾവി ദോഷമില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ എന്റെ ചെറുക്കൻ ഇന്നത്തെ നിലയ്ക്ക് സാധിക്കും. അറിയാവല്ലോ. എന്റെ പൊന്നു കൂടപ്പിറപ്പേ, അത്രയും സ്ത്രീധനം തരാനൊന്നും ഞങ്ങൾക്ക് പാങ്ങില്ല. തുക അല്പം കുറഞ്ഞാലും വേണ്ടില്ല. ഉള്ളത് റൊക്കം പണമായിട്ട് തന്നെ കിട്ടണം. അല്ലയോടാ? റൊക്കം പണമായിട്ട് കിട്ടണം. ഒരു 10-15,000 രൂപ കുറഞ്ഞാലും ഞാൻ അങ്ങ് സമ്മതിച്ചേക്കാം. സമ്മതമാണെങ്കിൽ ഈ 25 നോയമ്പ് വിടൽ കഴിഞ്ഞ് ധനുവിലോ മകരത്തിലോ കല്യാണം നടത്താം. എനിക്ക് ഫോർമാലിറ്റിയിലൊന്നും വിശ്വാസമില്ല. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോകും. കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടമാവും, എനിക്കറിയാം. ദാ ആ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്നാൽ ഒരു ചടങ്ങെന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ. എന്നെ ഇഷ്ടമായോ? ഉത്തരവ് എനിക്കറിയാം. ഇഷ്ടമാണ്, ഇഷ്ടമാകും. ഹായ് കുഞ്ഞച്ചൻ ചേട്ടൻ. ഇവനെ ഈ നേരത്തന്നെ അതിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇവനെന്താ ഇവിടെ കാര്യം? ഇവൻ ആ കോട്ടയം കുഞ്ഞച്ചനല്ലേ? അതെ, കുത്തുകേസിലെ പ്രതി. അറിയോ? പിന്നെ ഇവൻ ഇവിടേക്ക് വന്ന് തല്ലാനും കുത്താനും വന്നിട്ടുള്ളതല്ലേ? ഞങ്ങളുടെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാ. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ചേട്ടത്തെ ചില മീന ലാഭത്തിന് കിട്ടിയപ്പോ മേടിച്ചതാ. ഇവര് ഈ കിഴക്കമ്മലെ ഉണക്കമീനൊക്കെ തന്ന് കിടക്കുമല്ലയോ. പുളിയിട്ട് വെച്ചാട്ടെ. ചെറുക്കൻ എന്തേ? നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ. ഇവരൊക്കെ ചെറുക്കന്റെ ഞാൻ അപ്പൻ, ഇത് അമ്മാവൻ. എന്നറിയാമല്ലോ, കേട്ടാണല്ലോ. കോട്ടയം കുഞ്ഞച്ചൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുവാ. എവിടെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ? അയ്യേ, ഇവനാണോ പരിഷ്കാരി? പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. അല്ല കുഞ്ഞച്ചൻ ഇതിലൊന്നും കയറി ഇടപെടണ്ട. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ. കുഞ്ഞച്ചനൊന്ന് പോയേ. ഞാനിവിടെ ഒരു വാടകക്കാരനായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെയല്ലേ ചേട്ടത്തി? ഞാനും മോളിക്കുട്ടിയും നമ്മളെ ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോ എനിക്കിതൊക്കെ അന്വേഷിക്കാമല്ലോ. അല്ല, ഇരിപ്പ് വശം എന്ന് പറയുമ്പം നിങ്ങൾ തമ്മിൽ എന്നതാ ഇരിപ്പ് വശം? അല്ല ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പോശം എന്ന് പറയുമ്പോ ഒരു നിന്നെ ഒരു മിറ്റവും അല്ല ചേട്ടത്തി. അല്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മോളിക്കുട്ടിക്ക് ഇഷ്ടമായോ ചെറുക്കനെ? അല്ല ദേ,
ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി. ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരുമാതിരി തല മുഴുവൻ എണ്ണയും പുരട്ടി 35 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാന്റെ സൈസ്. എന്നെയാണോ? ഇത് നമുക്ക് വേണ്ട ചേട്ടത്തി, ശരിയാകുകയല്ല. ആ കിഴക്കമ്മലയെ കൊണ്ടുപോയി ഈ കൊച്ചിനെ നശിപ്പിക്കണോ? എന്തുണ്ടേലും മോളിക്കുട്ടിക്ക് എന്നോട് തുറന്നു പറയാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ പോവാൻ പറ. കണ്ടോ 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 ആ പെണ്ണ് പോയ പോക്ക് കണ്ടോ? പെണ്ണിന് ഇഷ്ടമായിട്ടില്ലേ? അല്ല ഈ അത് കാട്ടുമാക്കാനെ കൊണ്ടുപോയി ആ കൊച്ചിനെ കൊടുക്കണോ? ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കും. ആ കുട്ടിയപ്പാ, മീനൊക്കെ വറുത്ത് ഉണ്ടേച്ച് പോയാ മതി. അവിടെ ആ കിഴക്കമ്മലയിൽ ഉണക്കപ്പരമാക്കി തിന്ന് വയറ് ഉണ്ടായിരിക്കുമായിരിക്കും അല്ലയോ? നല്ല ഒന്നാമതരം പുഴ മീനാ, തട്ടേച്ച് പോയാ മതി. കുട്ടിയപ്പനെ പോ, അപ്പൊ കാണാം. ചേട്ടന് ഞാനപ്പം മുറി കാണും കേട്ടോ. കുഞ്ഞച്ഛൻ അങ്ങനെയാ, അവന് ഇങ്ങനെ കണ്ണും മൂക്കും ഇല്ലാതെ സംസാരിക്കുന്ന സ്വഭാവമാ. അല്ല, കണ്ണും മൂക്കും ഇല്ലാതെ ആണെങ്കിലും അവൻ പറഞ്ഞ വർത്താനം ചില സ്ഥലത്തൊക്കെ കൊള്ളുന്നതാ. പെണ്ണുമായിട്ടുള്ള ഒരു ഇരിപ്പുവശം. ആ ഏതായാലും ഞങ്ങളൊന്ന് ആലോചിച്ചു പിരിയാനോ? നമുക്ക് സംസാരിച്ച് ഒതുക്കി തീർക്കാം. വാടാ നാണം കെട്ടവനെ. അല്ല, അങ്ങനെ പിണങ്ങി പോവാണോ? ഏലിയമ്മേ, അവൻ വാടകക്കാരൻ, പോക്രി. നമ്മൾ ഇവിടെ ഒരു വീട്ടുകാവൽക്കാരനെ പോലെ കിടത്തിയിട്ട്. അല്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാ വരാം. ഉടക്കി പോവല്ല. വാടാ വാ. അല്ല പോയിട്ട് വരട്ടെ ഫാദറിലോ മദറിലോ. എങ്ങനെയുണ്ട്? കാലക്കി. ഇതിന്റെ ഒരു സമ്മാനം വേറെയുണ്ട്, എന്റെ വകയല്ല, ചേച്ചിയുടെ വക. അതൊക്കെ എന്റെ സൂസിക്കുഞ്ഞിഞ്ഞ് വാങ്ങിച്ച് നന്നേച്ചാ മതി.